നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വാർത്തകളിലേക്ക് കടക്കുകയാണ്. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ വെള്ളാപ്പള്ളിയെയും സുകുമാരൻ നായരെയും ചേർത്ത് നിർത്താനായതിന്റെ സന്തോഷത്തിലാണ് CPM. ഇതോടെ കോൺഗ്രസ് പതറുകയാണ്. അതിനിടെ കേരളത്തിൽ ഗുരുപൂജയെയും ഭാരതമാതാവിനെയും എതിർക്കുന്നവർ ശബരിമല ഭക്തരായി നടിക്കുകയാണെന്ന് ഗവർണറുടെ വക വിമർശനവും കൂടി വന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു ഭാവം യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തുകൊണ്ടത് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകുന്നില്ല എന്നും ഗവർണർ ചോദിച്ചു. രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു. ഭാരതമാതയും ഗുരുപൂജയും ഒന്നും രാഷ്ട്രീയമല്ലെന്നും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന സംസ്കാരമാണെന്നും കോഴിക്കോട് നവരാത്രി സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്ത് ഗവർണർ പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമത്തോടെ രണ്ട് പ്രബല ഹിന്ദു സമുദായങ്ങളെ ഒപ്പം നിർത്താനുള്ള ലക്ഷ്യം നിറവേറിയ ആശ്വാസത്തിൽ സർക്കാരും CPM-ഉം. ഏറെക്കാലമായി പോരടിച്ച NSS-ഉം SNDP-യും അടുത്ത് എന്നതിനപ്പുറം NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരുടെ പ്രസ്താവന SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ സ്വാഗതം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് പാറ്റേണോടെ വിശ്വാസി സമൂഹം ഒപ്പമില്ലെന്നറിഞ്ഞ CPM അവരെ കൂടെ നിർത്താനുള്ള ആസൂത്രണം കൊല്ലം സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസ ലൈൻ പിടിച്ച് ദേവസ്വം ബോർഡിനെ മുന്നിൽ നിർത്തി അയ്യപ്പ സംഗമം പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷം വിശ്വാസികളെ ചേർത്ത് പിടിക്കുമെന്ന് ബോധ്യപ്പെടുത്തലായിരുന്നു അജണ്ട. എന്നാൽ ശബരിമലയിൽ യുവതികളെ എത്തിച്ച് ആചാര ലംഘനം നടത്തിയ പിണറായി സർക്കാരിന് അയ്യപ്പ സംഗമം നടത്താൻ എന്താണ് യോഗ്യത എന്നായിരുന്നു BJP-യുടെ വിമർശനം. യുവതീ പ്രവേശന നിലപാട് സർക്കാർ ഇപ്പോഴില്ലെന്ന് മറുപടി പറഞ്ഞാണ് അയ്യപ്പ സംഗമത്തെ വെള്ളാപ്പള്ളി സ്വാഗതം ചെയ്തത്. സർക്കാരിന് യുവതികളെ പ്രവേശിപ്പിക്കാമെങ്കിലും അത് ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞ് സുകുമാരൻ നായരും രംഗത്ത് വന്നതോടെ ശബരിമല നാമജപ ഘോഷയാത്ര നടത്തിയവരിൽ വലിയൊരു വിഭാഗം തന്നെ സർക്കാരിൽ വിശ്വാസം വീണ്ടെടുത്തു എന്ന ധ്വനി വന്നു. സംഗമത്തെ വിമർശിച്ച BJP-യെയും കോൺഗ്രസിനെയും തള്ളി അവർ വിശ്വാസികൾക്കൊപ്പമല്ലെന്ന് NSS-ഉം SNDP-യും പരസ്യമായി പറഞ്ഞതും ശ്രദ്ധേയം. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള സോഷ്യൽ എഞ്ചിനീയറിംഗ് ഫലം കാണുന്നുവെന്ന് CPM-ഉം വിലയിരുത്തുന്നുണ്ട്. അതേസമയം ഭൂരിപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ടുള്ള നീക്കം ന്യൂനപക്ഷ സമുദായങ്ങളിൽ എന്ത് പ്രതിഫലനം സൃഷ്ടിക്കുന്നുവെന്നതും സർക്കാരും CPM-ഉം ഉറ്റുനോക്കുന്നുണ്ട്. ഇവരെ ലക്ഷ്യമിട്ടുള്ള പരിപാടികളും അണിയറയിൽ ശക്തമാകുന്നുണ്ട്. എറണാകുളത്ത് സർക്കാർ നേതൃത്വത്തിൽ ന്യൂനപക്ഷ സംഗമവും കോഴിക്കോട്ട് CPM ഫലസ്തീൻ ഐക്യദാർഢ്യ സംഗമവും ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണെന്ന സംശയം ജനങ്ങൾക്കിടയിൽ ശക്തമാണെന്നും അതുകൊണ്ട് സംഗമത്തിൽ കാര്യമായ ജനപങ്കാളിത്തമില്ലാതെ പോയതെന്നും മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. അയ്യപ്പ ദർശനം പവിത്രമായി കാണുന്നവർ കാലങ്ങളായി ഇവിടെയുണ്ട്. അതൊന്നും ഇതുവരെ ആരും രാഷ്ട്രീയ മുതലെടുപ്പിന് ഉപയോഗിച്ചിട്ടില്ല. അത് ശരിയല്ലെന്ന് ജനങ്ങൾക്കറിയാമെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ന്യൂനപക്ഷ ഭൂരിപക്ഷ കാർഡ് കാണിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്താൽ അതൊന്നും അടുത്ത തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല. ജനങ്ങൾ അവസരം കാത്തിരിക്കുകയാണ്, അവരത് ഉപയോഗപ്പെടുത്തുമെന്നും കുഞ്ഞാലിക്കുട്ടി വിമർശിച്ചു. അതേസമയം ആഗോള സംഗമത്തോട് അനുകൂല നിലപാട് സ്വീകരിച്ച NSS നിലപാടിനെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുകയുണ്ടായി. NSS അവരുടേതായ രീതിയിലാണ് അയ്യപ്പ സംഗമത്തെ കണ്ടത്. നമ്മൾ അതിനെ മാനിക്കണമെന്നായിരുന്നു കുഞ്ഞാലിക്കുട്ടി മലപ്പുറത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ആഗോള അയ്യപ്പ സംഗമം ലക്ഷ്യം കണ്ടെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിൽ വെച്ച് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നത് പോലെ ശരണം വിളിച്ചതിൽ ഖേദമുണ്ട്. എന്നാൽ അയ്യപ്പ സംഗമം വിജയമായിരുന്നുവെന്നും PS പ്രശാന്ത് വ്യക്തമാക്കി. NSS-ന്റെയും SNDP-യുടെയും ഉൾപ്പെടെ 29ഓളം സാമുദായിക സംഘടനകളുടെ പൂർണ്ണ പിന്തുണ ആഗോള അയ്യപ്പ സംഗമത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയ വിവാദങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല. താൻ മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിച്ചതാണ് വിവാദമായത്. സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം തരം കോപ്രായങ്ങൾ നടന്നു, അങ്ങനെയുള്ളവരാണ് തന്നെ കളിയാക്കുന്നതെന്നും PS പ്രശാന്ത് കുറ്റപ്പെടുത്തി. ശബരിമല വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെ പിന്തുണച്ച NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കെതിരെ സ്വന്തം സമുദായ സംഘടനയുടെ കെട്ടിടത്തിന് മുന്നിൽ പ്രതിഷേധ ബാനർ വന്നതും ശ്രദ്ധേയം. പത്തനംതിട്ടയിലെ വെട്ടിപ്പുറം 115 നമ്പർ NSS കരയോഗ കെട്ടിടത്തിന് മുന്നിലാണ് ഇന്നലെ രാവിലെയോടെ പ്രതിഷേധ ബാനർ പ്രത്യക്ഷപ്പെട്ടത്. കുടുംബകാര്യത്തിന് വേണ്ടി അയ്യപ്പ ഭക്തരെ പിന്നിൽ നിന്ന് കുത്തി പിണറായിക്ക് പാദസേവ ചെയ്യുന്ന കട്ടപ്പയായി മാറിയ സുകുമാരൻ നായർ സമുദായത്തിന് നാണക്കേടെന്നായിരുന്നു കെട്ടിടത്തിന് മുന്നിലെ കൈവരിയിൽ കെട്ടിയ ബാനറിലെ വാചകങ്ങൾ. പ്രശസ്ത സിനിമ ബാഹുബലിയിലെ കഥാപാത്രമായ കട്ടപ്പ പിന്നിൽ നിന്ന് കുത്തുന്നതിന്റെ പ്രതീകാത്മക ചിത്രവും ബാനറിലുണ്ട്. കരയോഗം കെട്ടിടത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട ബാനറിനെ കുറിച്ച് അറിയില്ലെന്ന് വെട്ടിപ്പുറം NSS കരയോഗം പ്രസിഡന്റ് അഡ്വക്കേറ്റ് ദിനേശ് നായർ പറഞ്ഞു. പൊതുയോഗത്തിൽ തീരുമാനമൊന്നും വന്നിട്ടില്ല. എല്ലാ മാസവും ആദ്യ ഞായറാഴ്ചയാണ് പൊതുയോഗം ചേരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു.
ജനറൽ സെക്രട്ടറിയുടെ നിലപാടുകൾക്കെതിരെ സ്വന്തം സമുദായ സംഘടനയുടെ കെട്ടിടത്തിന് മുന്നിൽ തന്നെ പ്രതിഷേധ ബാനർ ഉയർത്തുന്നത് NSSനുള്ളിലെ ഭിന്നതയുടെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. അതേസമയം ബാനർ സ്ഥാപിച്ചത് ആരാണ് എന്നതിനെക്കുറിച്ച് ഇതുവരെ വ്യക്തതയില്ല. NSSനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി കോൺഗ്രസും രംഗത്തുണ്ട്. KPCC നേതൃത്വം NSSുമായി ചർച്ച നടത്തും. വിശ്വാസ പ്രശ്നത്തിൽ ഉറച്ച നിലപാടാണ് എടുത്തതെന്ന് NSSനെ ഓർമ്മിപ്പിക്കാനാണ് കോൺഗ്രസിന്റെ ശ്രമം. NSS നേതൃത്വത്തെ വിമർശിക്കില്ലെന്നും വിശ്വാസ പ്രശ്നത്തിൽ CPMന്റേത് ഒളിച്ചുകളിയാണെന്ന പ്രചാരണം തുടരുമെന്നുമാണ് കോൺഗ്രസ് വൃത്തം വ്യക്തമാക്കുന്നത്. ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്തതിൽ NSS നയം വ്യക്തമാക്കിയിരുന്നു. സർക്കാരിന്റെ വിശ്വാസ പ്രശ്നത്തിലെ നിലപാട് മാറ്റം സ്വാഗതാർഹമാണ് എന്നായിരുന്നു G. സുകുമാരൻ നായർ പറഞ്ഞത്. പിന്നാലെയായിരുന്നു കോൺഗ്രസിന്റെ നീക്കം. സർക്കാരിന് വേണമെങ്കിൽ യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കാം, അത് ചെയ്തില്ലല്ലോ എന്നായിരുന്നു സുകുമാരൻ നായരുടെ ചോദ്യം. കോൺഗ്രസിനും BJPക്കുമെതിരെ അദ്ദേഹം അതിരൂക്ഷ വിമർശനമാണ് ഉയർത്തിയത്. കോൺഗ്രസിന്റേത് കള്ളക്കളിയാണ്. വിശ്വാസ പ്രശ്നത്തിൽ കോൺഗ്രസിന് ഉറച്ച നിലപാടില്ല. ഭൂരിപക്ഷ സമുദായത്തെ പരിഗണിക്കുന്നില്ല. BJP ആകട്ടെ ഒന്നും ചെയ്യുന്നില്ല. കേന്ദ്ര സർക്കാർ വിശ്വാസികൾക്കായി ഒന്നും ചെയ്തില്ല. നിയമം കൊണ്ടുവരുമെന്ന ഉറപ്പ് പാലിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അയ്യപ്പ സംഗമത്തിൽ നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും സുകുമാരൻ നായർ പ്രതിനിധിയെ അയച്ചിരുന്നു. NSS സർക്കാരിനോട് അടുക്കുമ്പോഴും അനുനയ നീക്കം തുടരാൻ കോൺഗ്രസ് എന്തായാലും ഈ NSSനെ കൂടെ നിർത്തുക എന്നത് കോൺഗ്രസിന്റെ കൂടി ആവശ്യമാണ്. NSSന് മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വം മുതിർന്നേക്കില്ല. പ്രതികരണങ്ങളിലും സൂക്ഷ്മത പാലിക്കുക എന്ന ഒരു നീക്കത്തിലാണ് നേതാക്കൾ നിലവിലായിരിക്കുന്നത്. NSS ജനറൽ സെക്രട്ടറിയുടെ വിമർശനം കോൺഗ്രസ് നേതൃത്വത്തെ അമ്പരപ്പിച്ചിരിക്കുകയാണ്. കേന്ദ്രത്തിലും സംസ്ഥാനത്തും പ്രതിപക്ഷത്തിരിക്കുന്ന തങ്ങളെ എന്തിനു വിമർശിക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. അയ്യപ്പ സംഗമം അടക്കം ഒരു വിഷയത്തിലും കോൺഗ്രസ് നിലപാട് മാറ്റിയിട്ടില്ലെന്നും നേതാക്കൾ വിശദീകരിച്ചു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.